ഇന്ന് ലോകത്തിൽ മനുഷ്യനെല്ലാം ജാതീയ അടിസ്ഥാനത്തിൽ വ്യക്തിത്വ ചിന്തകൾ ചിന്തിച്ച് തമ്മിൽ കലഹമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നെന്നല്ല, മനുഷ്യൻ്റെ ആദിമകാലം മുതൽ തന്നെ അത് ഉണ്ടായിട്ടുള്ളതാണ്. ഇന്നും അത് ആ ജാതീയത എന്ന് പറയുന്നത് അതായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിനൊരു മാറ്റവും വരുന്നില്ല. അങ്ങനെ മനുഷ്യന് വേറൊരു ജാതീയതയെപ്പറ്റി പറയുന്നത് എപ്പോഴും, ചിന്തിക്കുന്നത് എപ്പോഴും മൂഢത്വമാണ്. ഗുരു അതിന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു പശുവിന് വേറൊരു പശുവിനെ കണ്ടാൽ അതിന് തിരിച്ചറിയാൻ സാധിക്കില്ല. മനുഷ്യന് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഒരു പക്ഷിക്കും അതിൻ്റെ കൂടെയുള്ള പക്ഷിയും വേറൊന്നിനെ കരുത് അതിനും തിരിച്ചറിഞ്ഞ് അവരാ രീതിയിൽ ജീവിക്കുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം ജന്മാർത്ഥമായിരിക്കുന്ന ഭാവത്തിൽ ഓരോ അറിവുകൾ ഓരോന്നിനുമുണ്ട്. അത് വെച്ചാണ് എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അതിൽ എപ്പോഴും വ്യത്യസ്ത ചിന്താഗതികളാണ് മനുഷ്യൻ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്നത്. അതാണ് നമ്മളുടെ വിദ്വേഷങ്ങൾക്കും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകാനും മറ്റും ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഇതിൽ കൂടിയാണ്. അതുകൊണ്ട് അതിനെ ശ്രദ്ധയോടുകൂടി തിരിച്ചറിയുന്ന ഒരു അറിവുണ്ടാകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപ്രദമെന്ന് പറയുന്നത്.